53 വർഷത്തിന് ശേഷമാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസിന് നാളെ ചെങ്കൊടി ഉയരുന്നത്. തമുക്കം മൈതാനിയിൽ അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ്. വിവരങ്ങളുമായി മധുരയിൽ നിന്ന് അർജുൻ രാജാണ് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, ഗുഡ് മോർണിംഗ്. മധുര ചുവന്നു കഴിഞ്ഞോ? ബില്ലേ, ഗുഡ് മോർണിംഗ്. ചുവപ്പിലാണ് മധുരയുള്ളത്. മൂന്നാം വട്ടം മധുരയിലേക്ക് പാർട്ടി കോൺഗ്രസ് വരുന്നതിന്റെ ആവേശം ഈ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അത്ര വലിയ രീതിയിലുള്ള ആർഭാടമായിട്ടുള്ളൊരു സംസ്ഥാന സമ്മേളനമോ പാർട്ടി കോൺഗ്രസോ അല്ല മധുരയിൽ നടക്കുക. തമിഴ്നാട്ടിലെ ഒരു പൊതുരീതി അത്ര വലിയ ആഡംബരമായിട്ടല്ല അവർ പാർട്ടി കൊടികളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആവേശങ്ങളല്ല ഉണ്ടാകാറ്. അത് തന്നെയാണ് ഇവിടെയും. വലിയ രീതിയിലുള്ള കൊടികളൊന്നും കാണില്ല. ഈ റോഡ് സൈഡിൽ കുറച്ച് കൊടികൾ വെച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് വർണ്ണാഭമായിട്ടുള്ള പരിപാടിയല്ല തമിഴ്നാട്ടിൽ നടക്കുന്ന മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ്. അത് മധുരയിൽ പൊതുവെ ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയും ആ രീതിയിലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നാളെ നടക്കാൻ പോകുന്നത് വലിയ നിർണായകമായിട്ടുള്ള CPM-നെ സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യപരിപാടികളാണ്. പ്രത്യേകിച്ച് സംഘടനാപരമായിട്ട് പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നാളെ നിർണായകമാണ്. നാളെ രാവിലെ 8 മണിയോടുകൂടി സംസ്ഥാന പാർട്ടി കോൺഗ്രസിന് പതാക ഉയരും. പാർട്ടി കോൺഗ്രസിന് തുടക്കമാകും. പറഞ്ഞതുപോലെ തന്നെ സംഘടനാപരമായി ആര് പാർട്ടിയെ ഇനി നയിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമ്മേളന നഗരിയിൽ വെച്ച് തീരുമാനിക്കപ്പെടും. നിലവിൽ പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. യെച്ചൂരിക്ക് പകരം ഇനി ആര് പാർട്ടി ജനറൽ സെക്രട്ടറി ആകുമെന്ന് സംബന്ധിച്ച് പലതരത്തിലുള്ള പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. മലയാളിയായിട്ടുള്ള MA ബേബിയുടെ പേര് അതിൽ ഏറ്റവും മുൻതൂക്കമായി ഉണ്ട്. ആന്ധ്രയിൽ നിന്നുള്ള BV രാഘവുലുവിന്റെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ദാവളെ ഈ കൂട്ടത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു. അങ്ങനെ ജനറൽ സെക്രട്ടറി ആരാകുമെന്നുള്ളതാണ് സംഘടനാപരമായി പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാർട്ടി കോൺഗ്രസിലെ കാര്യം. രാഷ്ട്രീയപരമായി ഇനി എങ്ങനെയാണ് സംഘടനാപരമായി പാർട്ടിയെ വളർത്തേണ്ടത്, എന്താണ് അടവ് നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ പാർട്ടി കോൺഗ്രസിൽ തീരുമാനിക്കപ്പെടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP-യെ എതിർക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അത് ഏത് രീതിയിലായിരിക്കണമെന്നുള്ള അടവ് നയങ്ങളാണ് മാറാറുള്ളത്. കഴിഞ്ഞ വട്ടം കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി ചേർന്ന് ഒരു വിശാല മതേതര കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് നേരിടാമെന്ന തരത്തിലേക്ക് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ത്യ എന്ന മുന്നണി ഇന്ത്യ എന്ന വിശാല സഖ്യം രൂപീകരിക്കപ്പെടുകയും അത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിക്കുകയും ചെയ്തത്. ആ തരത്തിൽ മത്സരിക്കുകയും ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഇത്തവണ ഉരുത്തിരിയുന്ന ഒരു അടവ് നയം അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് സ്വതന്ത്രമായി പാർട്ടിയെ ശക്തിപ്പെടുത്തുക, സ്വതന്ത്രമായി വളരുക എന്നതാണ് പ്രധാനപ്പെട്ട അജണ്ടയായി പാർട്ടി കാണുന്നത്. അതായത് പാർട്ടി കരുത്താവുക, കൂടുതൽ കരുത്താർജിച്ച് BJP-യെ നേരിടുക എന്ന തലത്തിലേക്ക് CPM-ന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ BJP-യെ എതിർക്കാൻ ഇത്തരത്തിലുള്ള മുന്നണി സമവാക്യങ്ങൾ രാഷ്ട്രീയ പരമായിട്ടുള്ള യോജിപ്പുകൾ വേണം. അതിൽ കോൺഗ്രസിനെ എങ്ങനെ കൂട്ടണമെന്ന് സംബന്ധിച്ചായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ ഈ പാർട്ടി കോൺഗ്രസിൽ ഉരുത്തിരിയുക. അതിൽ കോൺഗ്രസ് മൃദു സമീപനമാണ് ഇത് സംബന്ധിച്ച് BJP-യോട് കാണിക്കുന്നത്. അവരോട് ഏതെങ്കിലും തരത്തിലൊരു കൂട്ട് വേണ്ട എന്ന അഭിപ്രായം ഉള്ളവരുണ്ട്. അതേസമയത്ത് ഒരു വിശാല മതേതര കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് BJP-യെ എതിർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസുമായി കൂടി യോജിപ്പ് വേണം എന്ന ചർച്ച നടത്തുന്നവരും അങ്ങനെ വാദിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയ പരിപാടികളെ സംബന്ധിച്ച് വിശദമായ രീതിയിലുള്ള ചർച്ച നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അർജുൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ EMS-ന് ശേഷം ഒരു മലയാളി പാർട്ടി ഏറ്റവും ശക്തമായ ഒരു ഘടകം കേരള ഘടകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് പാർട്ടിക്ക് ഒരു ജനറൽ സെക്രട്ടറി EMS-ന് ശേഷം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ആകാംക്ഷയോടെ നോക്കി കാണുന്നുണ്ട് രാഷ്ട്രീയം ആകെ. അപ്പോൾ എന്താണ് പാർട്ടി ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച സൂചനകൾ എന്തൊക്കെയാണ് അർജുൻ? ബിന്നിൽ അത് നേരത്തെ പറഞ്ഞ പേരുകളാണ് പ്രഥമമായും പരിഗണിക്കപ്പെടുന്നത്. അതിൽ ആദ്യം പറയുന്നത് ബിന്നിൽ പറഞ്ഞതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള MA ബേബിയാണ്. പക്ഷേ MA ബേബി ഏതെങ്കിലും തരത്തിൽ ആ തരത്തിൽ മാത്രം ഒതുക്കാൻ കഴിയില്ല. കാരണം സംഘടനാപരമായി ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന നേതാവാണ് MA ബേബി. സംഘടനാപരമായി കുറെ കൂടി ഭൗതികമായിട്ടൊക്കെ കാര്യങ്ങൾ വിലയിരുത്തുന്ന അത്രയും അക്കാദമിക് ആയിട്ടുള്ള
കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട സമുന്നതനായിട്ടുള്ള നേതാവാണ് എം എ ബേബി. അതുകൊണ്ട് തന്നെയാണ് ബേബിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ നിലവിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ തരത്തിൽ ഉരുത്തിരിയാനുള്ള സാധ്യത എന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ള ഒരാൾ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ പിന്നീട് വീണ്ടും അത് കേരളത്തിലെ ഒരു പാർട്ടി എന്ന നിലയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുമോ എന്ന ഒരു ആശങ്ക അത് സംബന്ധിച്ച് ഉണ്ട്. അതായത് ബേബി ജനറൽ സെക്രട്ടറി ആകുമ്പോൾ വീണ്ടും അത് കുറെ കൂടി കേരളവൽക്കരിക്കപ്പെടുന്ന പാർട്ടിയായി മാറുന്നുവെന്ന അത്തരത്തിലുള്ള വിലയിരുത്തൽ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഉണ്ട്. അതുകൊണ്ടാണ് മറ്റ് ആളുകളെ കൂടി പരിഗണിക്കപ്പെടുകയും അവർക്ക് കൂടി സാധ്യത കൽപ്പിക്കുകയും ചെയ്യുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BV രാഘവുലു ആന്ധ്രയിൽ നിന്നുള്ള പാർട്ടിയുടെ ഉന്നതനായിട്ടുള്ള നേതാവ്, ഒപ്പം അശോക് ദാവ്ലെ മഹാരാഷ്ട്രയിൽ നിന്ന് ഉള്ളത്, സൂര്യകാന്ത് മിശ്രെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് കൂടി അങ്ങനെ പല പേരുകളുണ്ട്. എന്തായാലും മധുര തമിഴ്നാട്ടിലെ ചുവന്ന പൊട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അർജുൻ. കാരണം സു വെങ്കിടേശന്റെ നാടാണ്, സു വെങ്കിടേശനാണ് അവിടുത്തെ MP എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള CPIM-ന്റെ മണ്ഡലമാണ് മധുര. അവിടെ ചുവന്നു കഴിഞ്ഞിരിക്കുന്നു. തമുക്കം മൈതാനത്ത് പാർട്ടി കൊടി നാളെ രാവിലെ ഉയരുകയാണ്. 24ാമത് പാർട്ടി കോൺഗ്രസിനായി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു CPIM.